Our next topic is discourse markers. എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംഗ്വിസ്റ്റിക്സിൽ ഡിസ്കോഴ്സിനെ എ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ലോങ്ങർ ദാൻ എ സെൻറ്റൻസ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ലോങ്ങർ ദാൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ ലെങ്ത്തിനേക്കാളും ലെങ്തി ആയിട്ടുള്ള ഏതൊരു റൈറ്റിങ്ങിനെയും നമുക്ക് ഡിസ്കോഴ്സ് എന്ന് വിളിക്കാം. ഒരു നോവലിനെ ഡിസ്കോഴ്സ് എന്ന് വിളിക്കാം. നോവൽ എന്ന് പറയുമ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്, അതിന് ഡിസ്കോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി 3-4 അട്ടറൻസസ് മാത്രം വരുന്നൊരു സംഭാഷണം, ആ സംഭാഷണത്തെയും നമുക്ക് ഡിസ്കോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ചുരുക്കി പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലെങ്തി ആയിട്ടുള്ള റൈറ്റിങ്സ് അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു സെൻറ്റൻസിനേക്കാളും ലെങ്തി ആയിട്ടുള്ള റൈറ്റിങ്സിനെ നമുക്ക് ഡിസ്കോഴ്സ് എന്ന് വിശേഷിപ്പിക്കാം. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം, അതിനുശേഷം നമുക്ക് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്താന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ, യു ഹാവ് പെർഫോംഡ് വെൽ ഇൻ ദ എക്സാമിനേഷൻ ബട്ട് യു നീഡ് ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. ഈ ഒരു സെൻറ്റൻസിൽ you have performed well in the examination, you need to improve your vocabulary. ഒരു സെൻറ്റൻസിൽ 2 ഡിഫറെൻറ്റ് പാർട്സ് വരുന്നുണ്ട്. യു ഹാവ് പെർഫോംഡ് വെൽ ഇൻ ദി എക്സാമിനേഷൻ എന്നൊരു പാർട്ടും യു നീഡ് ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി എന്നൊരു പാർട്ടും. ഓക്കെ, ഈ 2 ഡിഫറെൻറ്റ് പാർട്സിനെയും തമ്മിൽ 2 ഡിഫറെൻറ്റ് പാർട്സ്, ഇവയെ രണ്ടിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നത്, പരസ്പരം ലിങ്ക് ചെയ്യുന്നത് ബട്ട് എന്ന ഈ ഒരു വേർഡാണ്, അല്ലേ? ബട്ട് എന്ന ഈ വേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 2 ഡിഫറെൻറ്റ് പാർട്സിനെ പരസ്പരം കണക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. Shakespeare's sonnet 29 is a depiction of his memories of lost love. On the other hand, it is about the outcast state of the poet. ഈ സെൻറ്റൻസിൽ Shakespeare's sonnet 29 is a depiction of his memories of lost love എന്നത് ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് അബൌട്ട് ദ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ പോയറ്റ് എന്നത് ഒരു പാർട്ടാണ്. അപ്പോൾ ഇവയെ രണ്ടിനെയും നമുക്ക് 2 ഡിഫറെൻറ്റ് പാർട്ടാണ്, ഇതിന് നമുക്ക് 2 ഡിഫറെൻറ്റ് ഡിസ്കോഴ്സസ് എന്ന് പറയാം, അല്ലേ? നമ്മൾ ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനേക്കാളും ലെങ്തി ആയിട്ടുള്ള റൈറ്റിങ്ങിനെ നമുക്ക് ഡിസ്കോഴ്സായിട്ട് പരിഗണിക്കാമല്ലോ. സോ ഇവിടെ ഈ 2 ഡിഫറെൻറ്റ് ഡിസ്കോഴ്സസിനെ, ഷേക്സ്പിയർ സോണറ്റ് 29 ഈസ് എ ഡെപ്പിക്ഷൻ ഓഫ് ഹിസ് മെമ്മറീസ് ഓഫ് ലോസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഒരു ഡിസ്കോഴ്സാണ്. ഇറ്റ് ഈസ് എബൌട്ട് ദ ഔട്ട്കാസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ പോയറ്റ് എന്ന് പറയുന്നതും ഒരു ഡിസ്കോഴ്സാണ്. തൊട്ട് മുമ്പുള്ള സെൻറ്റൻസിലെ പോലെ തന്നെ ഇവിടെയും 2 ഡിഫറെൻറ്റ് പാർട്സിനെ പരസ്പരം കണക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏത് വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കണക്റ്റ് ചെയ്തിട്ടുള്ളത്? ഓൺ ദി അതർ ഹാൻഡ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 2 പാർട്സിനെയും കണക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, വിമൻ ഹാവ് ടു ക്ലെയിം ദയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റെഡ് ഓഫ് റിസീവിങ്. വിമൻ ഹാവ് ടു ക്ലെയിം ദയർ എഡ്യൂക്കേഷൻ ഓഫ് റിസീവിങ്. ഈ 2 ഡിഫറെൻറ്റ് പാർട്ടിനെയും ഇൻസ്റ്റെഡ് എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സെൻറ്റൻസ്, ലൂയി റഷ്ഡ് ആൻഡ് ഗോട്ട് റെഡി ഫോർ വർക്ക് ബട്ട് വെൻ ഹി വെൻറ്റ് ഔട്ട്ഡോർ ഹി സോ ദ snowstorm was heavy. Louis rushed
and got ready for work. When he went outdoor, he saw the snowstorm was heavy. ഇവിടെയും രണ്ട് ഡിഫറെൻറ്റ് പാർട്സിനെ ബട്ട് എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇത്തരത്തിൽ ഐഡിയാസ് തമ്മിൽ കണക്ട് ചെയ്യാനോ നമ്മുടെ റൈറ്റിങ്ങിലെ ഡിഫറെൻറ്റ് പാർട്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ടു ഡിഫറെൻറ്റ് ഡിസ്കോഴ്സസുകളെ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വേർഡ്സിനെ അല്ലെങ്കിൽ എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ബട്ട്, ഓൺ ദി അതർ ഹാൻഡ്, ഇൻസ്റ്റെഡ് ഓഫ് അല്ലെങ്കിൽ ബട്ട് ഇവയെല്ലാം ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ആണ്. ടു ഡിഫറെൻറ്റ് ഡിസ്കോഴ്സസിനെ അല്ലെങ്കിൽ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് റൈറ്റിങ്ങിനെ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ, ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സിനെയോ എക്സ്പ്രഷൻസിനെയോ ആണ് നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ discourse markers are words and expressions used to connect one discourse to another. They also called sentence connectors, linking words, linking phrases or transitional signals. Discourse markers എന്ന് പറഞ്ഞാൽ ടു ഡിഫറെൻറ്റ് ഡിസ്കോഴ്സസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനായി ഉപയോഗിക്കുന്ന വേർഡ്സിനെയോ എക്സ്പ്രഷൻസിനെയോ ആണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയെ സെൻറ്റൻസ് കണക്റ്റേഴ്സ്, ലിങ്കിങ് വേർഡ്സ്, ലിങ്കിങ് ഫ്രേസസ് ഓർ ട്രാൻസിഷണൽ സിഗ്നൽസ് എന്നും വിളിക്കാറുണ്ട്. There are two types of discourse markers. First one is informal discourse markers. Informal discourse markers used in informal conversations. Example, actually, anyway, apparently, as I say. Formal discourse markers. Formal discourse markers used in formal writing and speech. Examples, as a result, for instance, in addition, in other word. കൂടുതൽ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 80 നൽകിയിട്ടുണ്ട്, അതുകൂടി വായിക്കുക. ഓക്കെ.